നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ആഭ്യന്തര വളർച്ചാ മാർഗങ്ങളായിട്ടുള്ള ഉപഭോഗം, അതോടൊപ്പം തന്നെ നിക്ഷേപം എന്നിവയിൽ പ്രധാനമായും ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് കരുതുന്നത്. വലിയ സാമ്പത്തിക സൗജന്യങ്ങൾക്ക് പകരം നികുതി ലളിതവൽക്കരണത്തിലൂടെയും ലക്ഷ്യബോധത്തോടെയുള്ള പരിഷ്കരണങ്ങളിലൂടെയും വിപണിയിലെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നേരിട്ടുള്ള നികുതികളുടെ കാര്യത്തിൽ, അതായത് ഡയറക്റ്റ് ടാക്സിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള നിരക്ക് കുറയ്ക്കലിനേക്കാൾ ഉപരിയായി നികുതി വ്യവസ്ഥ ലളിതമാക്കുന്നതിനായിരിക്കും മുൻഗണന നൽകുക. ഇതിന്റെ ഭാഗമായി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുക, പുതിയ നികുതി വ്യവസ്ഥയിലെ സ്ലാബുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, ഒന്നിലധികം TDS വ്യവസ്ഥകളെയൊക്കെ തന്നെ ഏകീകരിക്കുക എന്നിവ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉണ്ടായേക്കാം. കൂടാതെ ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനായിട്ട് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് STT അല്ലെങ്കിൽ മൂലധന നേട്ട നികുതി എന്നിവയിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്. നിലവിൽ കമ്പനികളിൽ ലാഭത്തിന് നികുതി നൽകുകയും പിന്നീട് അതേ ലാഭത്തിൽ നിന്നുള്ള ഡിവിഡൻഡിന് നിക്ഷേപകർ വീണ്ടും നികുതി നൽകുകയും ചെയ്യുന്ന രീതി മാറ്റിക്കൊണ്ട് ഡിവിഡൻഡ് ടാക്സ് 10% അല്ലെങ്കിൽ പൂർണ്ണമായോ കുറയ്ക്കുന്നതും സർക്കാർ പരിഗണിച്ചേക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള പൊതു മൂലധന ചെലവ് ഉയർന്ന നിലയിൽ തുടരുന്നതായിരിക്കും. എന്നാൽ കേവലം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഗവേഷണത്തിനും വികസനത്തിനും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രീതിയിലേക്ക് നയങ്ങൾ മാറ്റിയേക്കാം. പ്രതിരോധം, ഫാർമ തുടങ്ങിയ മേഖലകളിൽ ഇത്തരം ഇന്നോവേഷനുകൾക്ക് പ്രാധാന്യം നൽകുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉൽപ്പാദനക്ഷമതയും കയറ്റുമതിയും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. ചുരുക്കത്തിൽ, അനിശ്ചിതമായിട്ടുള്ള ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ മത്സരക്ഷമത നിലനിർത്താനായിട്ട് സുസ്ഥിരമായിട്ടുള്ള ഉപഭോഗവും അതോടൊപ്പം തന്നെ കൃത്യമായ നടപ്പിലാക്കലുമൊക്കെ തന്നെ ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനും വിദേശ നിക്ഷേപകരുടെയൊക്കെ തന്നെ പങ്കാളിത്തം ലളിതമാക്കാനുമുള്ള നീക്കങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: KSEBയുടെ പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് ഉണ്ടാവില്ല. പ്രതിമാസ ബില്ലിംഗ് ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇത്തവണ ഇന്ധന സർചാർജ് നൽകേണ്ടതില്ല. ദ്വൈമാസ ബില്ലിംഗ് ഉപഭോക്താക്കളിൽ നിന്നും യൂണിറ്റിന് 4 പൈസ മാത്രമായിരിക്കും ഇന്ധന സർചാർജ് ഈടാക്കുക. ജനുവരിയിൽ ഇത് യഥാക്രമം 8 പൈസയും 7 പൈസയുമായിരുന്നു. ഇന്ധന സർചാർജ് കുറഞ്ഞതിനാൽ തന്നെ ഫെബ്രുവരി മാസത്തിലെ വൈദ്യുതി ബില്ലിൽ കുറവുണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കുന്നതിൽ നേരിയ കാലതാമസം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും നേരിട്ട് കൈകളിൽ പണം സ്വീകരിക്കുന്ന ചിലർക്കുമൊക്കെ തന്നെ ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക സർക്കാർ പൂർണ്ണമായിട്ടും അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ അടുത്ത ഘട്ടമെന്ന നിലയിൽ വിതരണം ഇപ്പോൾ ഊർജിതമായി നടന്നു വരികയാണ്. മിക്കവാറും പേരുടെയും അക്കൗണ്ടുകളിൽ തുക എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ അത് ലഭ്യമാകുന്നതാണ്. പെൻഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഗുണഭോക്താക്കൾക്ക് സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ രേഖാസമർപ്പണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ കൈപ്പറ്റുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും ഹാജരാക്കേണ്ടതുണ്ട്. കൂടാതെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരും പെൻഷൻ മുടങ്ങാതിരിക്കാനായിട്ട് അടിയന്തരമായി തന്നെ അത് സമർപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: 2026 ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇന്നലെ ജനുവരി 31 അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ച ആയതിനാലും നാളെ ഫെബ്രുവരി 2 തിങ്കളാഴ്ചയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി 3 ചൊവ്വാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. ഫെബ്രുവരി മാസം അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും നിശ്ചിത അളവ് ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. കൂടാതെ 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട PHH പിങ്ക് റേഷൻ കാർഡുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. പിങ്ക് കാർഡുകൾക്ക് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം 4 രൂപ നിരക്കിൽ ലഭിക്കും. അതായത് താലൂക്കുകളിലെ സ്റ്റോക്കിന് അനുസരിച്ച് ഓരോ കാർഡിനും 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭ്യമാകുന്നതാണ്. എന്നാൽ നീല കാർഡുകൾക്ക് ഈ മാസം സ്പെഷ്യൽ അരി വിഹിതം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ 2 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുക. വെള്ള കാർഡ് ഉടമകൾക്കും സ്റ്റോക്കിനനുസരിച്ച് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും.
കഴിഞ്ഞ മാസങ്ങളിലേതുപോലെ തന്നെ വെള്ള കാർഡിന് ഈ മാസവും അരിവിഹിതം വളരെ കുറവാണ്. ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്കാണെങ്കിൽ ബ്രൗൺ റേഷൻ കാർഡുകൾക്ക് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. സ്റ്റോക്ക് ലഭ്യമാണെങ്കിൽ പരമാവധി 1 കിലോ ആട്ട അത് 17 രൂപ നിരക്കിലും ഈ വിഭാഗത്തിന് ലഭിക്കുന്നതാണ്. അതുപോലെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ AY കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും, PHH, NPS, NPNS കാർഡുകൾക്ക് ആകെ 1/2 ലിറ്റർ മണ്ണെണ്ണയും, വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ തകർച്ച തുടരുകയാണ്. ശനിയാഴ്ച ജനുവരി 31 തീയതി രാവിലെ സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് 790 രൂപയും പവന് 6320 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 3 ദിവസത്തിനിടെ പവന് 13400 രൂപയാണ് കുറവുണ്ടായത്. ശനിയാഴ്ച രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 790 രൂപ കുറഞ്ഞ് 14720 രൂപയും പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.